T20 ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് ഡൽഹിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. ബാർബഡോസിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് ടീം അംഗങ്ങൾ ഡൽഹിയിലെത്തിയത്. ദില്ലിയിൽ നിന്നും ബാലഗോപാൽ ചേർന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. വളരെ ആവേശത്തോടെ ആരാധകരൊക്കെ കാത്തു നിൽക്കുകയായിരുന്നല്ലോ ടീം അംഗങ്ങൾ അങ്ങനെ പറന്നിറങ്ങാൻ. ഈ ടീം അംഗങ്ങളെ സ്വീകരിക്കാൻ ആരൊക്കെയായിരുന്നു വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്? തുടർന്ന് ഇപ്പോൾ ഹോട്ടലിലേക്ക് പോയപ്പോൾ അവിടെയും സ്വീകരണം ഗംഭീരം തന്നെയായിരുന്നു അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. വളരെ ആവേശോജ്വലമായ സ്വീകരണമാണ് ടീം അംഗങ്ങൾക്ക് ഇന്ന് വിമാനത്താവളത്തിൽ നേരത്തെ ലഭിച്ചത്. പക്ഷേ BCCIയുടെ ഔദ്യോഗിക ഭാരവാഹികളും മറ്റും ഈ ഹോട്ടലിലെത്തിയാണ് ഈ ടീം അംഗങ്ങൾക്ക് ഇപ്പോൾ സ്വീകരണം നൽകുന്നത്. അതായത് BCC പ്രസിഡന്റ് റോജർ മിന്നി, അതുപോലെ തന്നെ BCCയുടെ മറ്റു ഭാരവാഹികളൊക്കെ ഈ ഡൽഹിയിലെ ITC മൗര്യ ഹോട്ടലിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീം അംഗങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ റോജർ മിന്നി ഉൾപ്പെടെയുള്ള BCC ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. ഇതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ടീം അംഗങ്ങൾ ഈ ഔദ്യോഗിക വസതിയിലേക്ക്, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നത്. ഏതാണ്ട് 9:30 മണിയോടുകൂടി ഈ ടീം അംഗങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. രാവിലെ പ്രത്യേക വിമാനത്തിൽ, എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹി വിമാനത്താവളത്തിൽ ഏതാണ്ട് 6:15 മണിയോടുകൂടി എത്തിയ താരങ്ങൾക്ക് വലിയ ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു ഈ ക്രിക്കറ്റ് ആരാധകരും മറ്റും നൽകിയത്. ഡൽഹിയിൽ രാവിലെ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ച് നൂറുകണക്കിന് ഈ ക്രിക്കറ്റ് ആരാധകരായിരുന്നു ഡൽഹിയിലെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ഈ വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ക്രിക്കറ്റ് താരങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. ആദ്യം എത്തിയത് വിരാട് കോഹ്ലി ആയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ തുടങ്ങി ഓരോരോ ക്രിക്കറ്റ് താരങ്ങളായി എത്തി. ഏറ്റവും ഒടുവിലായിരുന്നു രോഹിത് ശർമ്മ എത്തിയത്. അദ്ദേഹം ഈ അണികളെ ആവേശഭരിതമാക്കുന്നതിനായി ഈ ലോകകപ്പ് കിരീടം ഒന്നുകൂടി ഉയർത്തി കാണിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഈ രോഹിത് ശർമ്മയുടെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം നിലവിൽ ITC മൗര്യ ഹോട്ടലിലാണുള്ളത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ താരങ്ങൾ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ മുംബൈയിലേക്ക് പോകുന്നതായിരിക്കും. മുംബൈയിലാണ് BCCI വലിയൊരു സ്വീകരണം ഈ താരങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. 2007 നമുക്കറിയാം, ഇന്ത്യ ഇതിനു മുമ്പ് ഈ T20 ലോകകപ്പ് നേടിയ കാലയളവിൽ അന്ന് ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾക്ക് വലിയ സ്വീകരണം നൽകിയിരുന്നു. സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും വലിയ തോതിലുള്ള ഒരു സ്വീകരണമാണ് ഇന്ന് ബോംബെയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഈ വിക്ടറി പരേഡ് നടക്കുന്നത്. അതിനു മുന്നോടിയായി മറൈൻ ഡ്രൈവ്, അതുപോലെ തന്നെ നരിമാൻ പോയിന്റ് എന്നിവിടങ്ങളിൽ ഓപ്പൺ ബസ്സിൽ ഈ താരങ്ങൾ സഞ്ചരിക്കുന്നതായിരിക്കും. ലോകകപ്പ് കപ്പ് ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും ആ താരങ്ങളുടെ ആ റോഡ് ഷോ നടക്കുന്നത്. അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് BCCI നേരത്തെ താരങ്ങൾക്ക് പ്രഖ്യാപിച്ച പാരിതോഷികം ജയ്ഷ വിതരണം ചെയ്യും. തിരിച്ച് ഈ ലോകകപ്പ് ഔദ്യോഗികമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ BCCIക്ക് കൈമാറുന്നതായിരിക്കും. തുടർന്ന് അടുത്ത 2 വർഷം BCCI ആസ്ഥാനത്തായിരിക്കും ആ ലോകകപ്പ് വയ്ക്കുന്നത്. ഏതായാലും വലിയ ഒരുക്കങ്ങളാണ് മുംബൈയിലും ഡൽഹിയിലും ഈ താരങ്ങളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്.